ഹലോ ഗായ്സ്, എല്ലാവർക്കും നമ്മുടെ നാലാമത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നൊരു ഇൻട്രൊഡക്ഷൻ വീഡിയോ ഒന്നുമില്ല, കാരണം ഇത് നമ്മുടെ സെക്കൻഡ് പാർട്ടാണ്. ആക്ച്വലി നമ്മുടെ മൂന്നാമത്തെ എപ്പിസോഡിൻ്റെ ഒരു സെക്കൻഡ് പാർട്ടായിട്ടാണ് ഈ വീഡിയോ. അപ്പോൾ നമ്മുടെ മൂന്നാമത്തെ എപ്പിസോഡിൽ നമ്മൾ എങ്ങനെയാണ് മൈ ബുക്ക് എന്നുള്ള ഈ ഒരു ആപ്ലിക്കേഷൻ്റെ ലോഗിൻ സ്ക്രീൻ ഡിസൈൻ ചെയ്യാമെന്ന് പഠിച്ചു. സോ അതെല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അതുപോലെ തന്നെ കുറച്ച് പേര് എൻ്റെ അടുത്ത് ഡൗട്ട്സ് ചോദിച്ചിട്ടുണ്ടായി. അപ്പം ഞാൻ ആ ക്വസ്റ്റ്യൻസ് നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യാം, അതിനുള്ള ആൻസറും ഞാൻ ഷെയർ ചെയ്യാം. അപ്പോൾ ഒരു ക്വസ്റ്റ്യൻ എന്നോട് ചോദിച്ചത് എന്താണെന്ന് വെച്ചാൽ, ഇത് നമുക്ക് ഫോണിൽ ചെയ്യാൻ പറ്റുമെന്നാണ്. സോ ദ ആൻസർ ഈസ് നോ. കാരണം നമുക്കിത് ചെയ്യാൻ പറ്റില്ല. പിന്നെ കുറേ പേര് ചോദിച്ചു ഇതിൻ്റെ മിനിമം റിക്വയർമെൻറ്റ്സ് എന്താണ്. സോ ഈ ആപ്ലിക്കേഷൻ അല്ലെങ്കിൽ ഈ ഒരു സോഫ്റ്റ്വെയർ നിങ്ങളുടെ ഡെസ്ക്ടോപ്പിൽ അല്ലെങ്കിൽ ലാപ്ടോപ്പിൽ റൺ ചെയ്യണമെങ്കിൽ വളരെ മിനിമം റിക്വയർമെൻ്റ് ആണ് വേണ്ടത്. നിങ്ങൾക്ക് അത്ര റാമിൻ്റെ ഒന്നും ആവശ്യമില്ല. ഒരു 2GB ബേസിക്, ഏതൊരു ബേസിക് ലാപ്ടോപ്പ് അല്ലെങ്കിൽ ഡെസ്ക്ടോപ്പിലും ഈ ഒരു സോഫ്റ്റ്വെയർ സപ്പോർട്ട് ചെയ്യുന്നതാണ്. കാരണം ഇത് അത്ര ഹെവി ലോഡായിട്ടുള്ള സോഫ്റ്റ്വെയർ ഒന്നല്ല. ഇത് വളരെ ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ളൊരു സോഫ്റ്റ്വെയർ ആണ്. സോ അതുകൊണ്ട് തന്നെ ഒരു ബിലോ ആവറേജ് ആയാലും കുഴപ്പമില്ല, ഈ സോഫ്റ്റ്വെയർ വർക്ക് ചെയ്യുന്നതാണ്. സോ നമുക്കതിനെ പറ്റിയെല്ലാം മനസ്സിലായി ഞാൻ വിചാരിക്കുന്നു. ഓക്കെ, സോ ഇന്നത്തെ ഈ വീഡിയോയിൽ നമ്മൾ ഇത് പ്രോട്ടോടൈപ്പ് ചെയ്യാൻ പോവാണ്. സോ ഞാൻ കാണിച്ചു തരാം നമ്മൾ ചെയ്യണേക്കാൾ മുന്നേ എന്താണ് പ്രോട്ടോടൈപ്പ്, എന്താണ് നമ്മൾ ഈ വീഡിയോയിൽ അച്ചീവ് ചെയ്യണമെന്ന്. അപ്പോൾ പ്രോട്ടോടൈപ്പ് എന്ന് പറയുമ്പോൾ ഇതാണ് നമ്മുടെ ആപ്ലിക്കേഷൻ. ഓക്കെ, പ്രിവ്യൂ ചെയ്യാൻ എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഏതാണ് പ്രിവ്യൂ ചെയ്യേണ്ടത് ആ ഒരു ക്യാൻവസുമ്പോൾ പ്രസ് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് ഇവിടെ ഇതാണ് പ്രിവ്യൂ ബട്ടൺ. ഡെസ്ക്ടോപ്പ് പ്രിവ്യൂ ഞെക്കി കഴിഞ്ഞാൽ നമ്മുടെ ഇത് നല്ല ബിഗ് സ്ക്രീനായിട്ട് പ്രിവ്യൂ ആവും. ഒരു മിനിറ്റ്. ഓക്കെ, ഇതാണ് നമ്മുടെ ആപ്ലിക്കേഷൻ. ഓക്കെ, ഇനി ഞാൻ പ്രോട്ടോടൈപ്പിംഗ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ഞാൻ കാണിച്ചു തരാം. സോ നമ്മളിപ്പോൾ റിമെമ്പർ മീ ഒരു ആപ്ലിക്കേഷനിൽ പ്രസ് ചെയ്യുമ്പോൾ ഇവിടെ ഒരു ടിക്ക് മാർക്ക് അല്ലെങ്കിൽ ഒരു എന്തെങ്കിലും ഒരു ഡോട്ടാ ഒരു അനിമേഷൻ പോലെ എന്തെങ്കിലും വരില്ലേ. സോ അതാണ് ഇതിലും ഉദ്ദേശിക്കുന്നത് പ്രോട്ടോടൈപ്പ് എന്ന് പറഞ്ഞാൽ. ഞാൻ കാണിച്ചു തരാം. ഇത് നമ്മളിപ്പോൾ പ്രസ് ചെയ്യണം. അപ്പോൾ കണ്ട അതൊരു നീല കളറായില്ലേ, കണ്ട, ഇതാണ് പ്രോട്ടോടൈപ്പിംഗ്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ലോഗിൻ ചെയ്ത് കഴിയുമ്പോൾ ഒരു ഹോം സ്ക്രീൻ അല്ലെങ്കിൽ ഒരു വെൽക്കം സ്ക്രീനിലേക്ക് വരില്ലേ, അതാണ് ഈ വെൽക്കം സ്ക്രീൻ. സോ നമ്മളിതിൽ ലോഗിൻ ചെയ്ത് കഴിയുമ്പോൾ കണ്ട ആ വെൽക്കം സ്ക്രീനിലേക്ക് എത്തി. സോ ആ വെൽക്കം സ്ക്രീനിലേക്ക് എത്തി. ഇനി തിരിച്ച് സൈൻ ഔട്ട് ചെയ്യുമ്പോൾ നേരെ തിരിച്ച് ഈ ലോഗിൻ പേജിലേക്ക് എത്തും. സോ ഇതാണ് നമ്മൾ ഇന്ന് പ്രോട്ടോടൈപ്പ് ചെയ്യാൻ പോകുന്നത്. നമ്മൾ ഓൾറെഡി UI ഡിസൈൻ ചെയ്ത ആപ്ലിക്കേഷൻ നമ്മൾ ഇന്ന് പ്രോട്ടോടൈപ്പ് ചെയ്യാണ്. നിങ്ങൾ ഫസ്റ്റത്തെ എപ്പിസോഡ് കണ്ടിട്ടില്ലെങ്കിൽ തീർച്ചയായും ഇത് കാണണം. അല്ലാണ്ട് നിങ്ങൾ സെക്കൻഡ് പാർട്ട് മാത്രം കാണുകയാണെങ്കിൽ നിങ്ങൾക്കൊന്നും മനസ്സിലാവില്ല. സോ മേലെ ഈ ബട്ടണിൽ വീഡിയോയിൽ ലിങ്ക് വരും, അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കാണാം. സോ ഫസ്റ്റ് പാർട്ടിൽ ഞാൻ ഇതിൽ യൂസ് ചെയ്യുന്ന ലോഗോസും ഫോൺസും അതിൻ്റെയൊക്കെ റാർ ഫയലായിട്ട് ഞാൻ എൻ്റെ ഡ്രൈവിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. സോ നിങ്ങൾക്കത് ഡൗൺലോഡ് ചെയ്യാം, നിങ്ങൾക്കത് യൂസ് ചെയ്യാം. ഓക്കെ, നമുക്കപ്പോൾ ചെയ്തു തുടങ്ങാം. അപ്പം അതിനായിട്ട് നമ്മൾ കഴിഞ്ഞ സ്റ്റോപ്പ് ചെയ്ത് പാർട്ടിക്ക് വരാണ് നമ്മൾ. സോ നമുക്ക് ഇവിടെ ഒരു ഇത് വേണമല്ലേ, ഇത് പ്രസ് ചെയ്യുമ്പോൾ ടിക്ക് മാർക്ക് അല്ലെങ്കിൽ ഒരു ബ്ലൂ ഡോട്ട് വരുന്ന രീതിയിലാവണമല്ലേ. സോ അതിനെന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ഈ ക്യാൻവസിൻ്റെ ഒരു കോപ്പി എടുക്കുന്നു. നമുക്ക് ഓൾമോസ്റ്റ് ഇതിലത്തെ എല്ലാ എലിമെൻറ്റ്സും വേണം. അപ്പം നമ്മൾ എന്ത് ചെയ്യണം, പുതിയതായിട്ട് ക്രിയേറ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല, ഇതിൻ്റെ ഒരു കോപ്പി എടുത്താൽ മതി. സോ അങ്ങനെ കോപ്പി എടുക്കാനായിട്ട് നമ്മൾ ആൾട്ട് ക്ലിക്ക് ചെയ്ത് ലെഫ്റ്റ് മൗസ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു കോപ്പി കിട്ടി. സോ ഇവിടെ നിങ്ങൾക്ക് കാണാം ഓട്ടോമാറ്റിക്കലി നെയിം ചേഞ്ച് ആയി, മൈ ബുക്ക് ലോഗിൻ 1 ആയി. ഇനിയിപ്പോൾ നമ്മൾ ഒരു കോപ്പിയും കൂടി എടുക്കുകയാണെങ്കിൽ 2 ആവും. സോ കറൻ്റ്ലി നമുക്ക് ഒരെണ്ണം മതി. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടെയാണ് മാറ്റേണ്ടത്. സോ നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ ഇവിടെ പോയി നേരെ കളർ മാറ്റുക. ഇത് നമുക്ക് അത്ര ഇത് വേണ്ട, അത്ര ബോർഡർ വേണ്ട, ഒരു ഭംഗിയില്ലാണ്ടാവും. സോ നമ്മളൊരു നീല കളർ സെലക്ട് ചെയ്യുക. ഈ ഐ ഡ്രോപ്പർ എടുത്ത് ഇവിടെ ഒരു ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ കളറ് ഇതിലേക്ക് അലൈൻ ചെയ്യും. ഓക്കെ, പിന്നെ നമുക്കിനി അതിൻ്റെ നടുക്കൊരു സർക്കിൾ വേണമല്ലോ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ഒരു എലിപ്സ് ടൂൾ എടുക്കുക, ഷിഫ്റ്റും ആൾട്ടും ഹോൾഡ് ചെയ്തിട്ട് വരയ്ക്കുക. അപ്പോൾ നമുക്കൊരു പെർഫെക്റ്റ് സർക്കിൾ കിട്ടി. പിന്നെ അതിന് നമുക്ക് സ്ട്രോക്ക് ആവശ്യമില്ല. ഇത് നമുക്കിതിന് ഈ ഒരു ഒബ്ജക്റ്റിലേക്ക് നമുക്ക് അലൈൻ ചെയ്യാം, സെൻറ്റർ അലൈൻ ചെയ്യാം. സോ അത് സെൻറ്ററിൽ അലൈൻ ആയിട്ടുണ്ട്. സോ നമുക്ക് അവിടെ ഒരു ഡോട്ട് മാർക്കായി അല്ലേ. സോ ഇനി സെക്കൻഡ് പേജ് എന്ന് പറയുന്നത് വെൽക്കം സ്ക്രീനാണ്. സോ ഞാൻ ഇതിൻ്റെ ഒരു കോപ്പി തന്നെ എടുക്കുകയാണ്.
അപ്പോൾ നമുക്ക് ഈ എലിമെൻസിൻ്റെ ഒന്നും ആവശ്യമില്ല. അതെല്ലാം സെലക്ട് ചെയ്യുക, ഡ്രാഗ് ചെയ്ത് ഡിലീറ്റ് ചെയ്യുക. ഇതിൻ്റെ ആവശ്യമില്ല, ഡിലീറ്റ് ചെയ്യുക. എന്നിട്ട് മൈ ബുക്ക് എന്നുള്ളത് അവിടെ കിടന്നോട്ടെ, കുഴപ്പമില്ല. ഇതിൻ്റെ ഒരു കോപ്പി എടുക്കുക. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക, വെൽക്കം. നമുക്കിവിടെ എന്ത് വേണമെങ്കിലും ട്രൈ ചെയ്യാം കേട്ടോ, എന്ത് എലമെൻറ്റ് വേണമെങ്കിലും ട്രൈ ചെയ്യാം. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഗൂഗിൾ നോക്കിയിട്ട് ഗൂഗിളിലേക്ക് പോകണമെങ്കിൽ ഈ സെയിം നമ്മൾ ഈ യൂസ് ചെയ്യുന്ന സെയിം പാറ്റേൺ ഫോളോ ചെയ്താൽ മതി. എങ്ങനെ അനിമേറ്റ് ചെയ്യാമെന്ന് ഞാൻ കാണിച്ചു തരാം. ഇപ്പോൾ ഈ ലോഗിൻ്റെ അവിടെ പോയിട്ട് നമ്മൾ എന്ത് ചെയ്യുക, സൈൻ ഔട്ട് അല്ലേ, സൈൻ ഔട്ട് പ്രസ് ചെയ്ത് സെൻറ്റർ ചെയ്യുക, സെൻറ്റർ ലൈൻ ചെയ്യുക. ഇത് നമുക്കൊരു ഇങ്ങനെ വെച്ചിട്ട് ഇത് രണ്ടും കൂടി ഇവിടെ എങ്ങനെയൊക്കെ എടുക്കണമെന്ന് ഞാൻ നോക്കട്ടെ, ഒരു മിനിറ്റ്. ഓക്കെ, ഇതിന് ഇത്തിരി സൈസൊക്കെ കൂടുതലാണല്ലേ, 67, ഇത് 46. ഓക്കെ, നമ്മളിവിടെയും കൊടുക്കാം. 67 കൊടുക്കണമെന്നില്ല കേട്ടോ, നിങ്ങൾക്ക് എന്തെങ്കിലും, ഞാനൊരു റാൻഡം ഫോണ്ട് സൈസാണത്. ഫോണ്ടിനെ പറ്റി ഇപ്പം നിങ്ങളധികം ചിന്തിക്കേണ്ട ആവശ്യമില്ല. അതിനൊക്കെ ഫോണ്ടിന് മാത്രമായിട്ട് ടൈപ്പോഗ്രാഫിയിൽ ഒരു ക്ലാസ് വരും. അപ്പോൾ നമുക്കിത് ഇത്തിരി ഇറക്കി വയ്ക്കാം. ഇത് ഇവിടെ ഇരുന്നോട്ടെ അല്ലേ, എന്നിട്ട് നമുക്കിതിങ്ങനെ. അപ്പോൾ നമ്മുടെ ഐഡിയ എന്താ, സൈൻ ഔട്ടിൽ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു സ്ക്രീനിലേക്ക് എത്തണം. ഓക്കെ, ഇനി നമുക്ക് എനിമേറ്റ് ചെയ്യാം അല്ലേ. സോ എനിമേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഇവിടെ ഒരു ഓപ്ഷൻ കണ്ട, പ്രോട്ടോടൈപ്പ് എന്ന് പറഞ്ഞ്, ഇവിടെയാണ് നമ്മൾ എല്ലാ അനിമേഷനും നമ്മൾ സെറ്റ് ചെയ്യുക. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഈ പ്രോട്ടോടൈപ്പ് പേജിലേക്ക് പോവാം. സെയിം കാര്യങ്ങളൊക്കെ തന്നെയാണ്, കുറച്ച് വ്യത്യാസം നമ്മുടെ ഈ ആട്രിബ്യൂട്ട്സിന് വ്യത്യാസം ഉണ്ടാവും. അപ്പം നമുക്ക് എന്താണ് വേണ്ടത്, ഫസ്റ്റ് ഈ ഒരു എലമെൻറ്റുമ്പോൾ ക്ലിക്ക് ചെയ്യുമ്പോഴാണ് നമുക്ക് ഇവിടെ ഒരു അനിമേഷൻ നടക്കേണ്ടത്. അതായത് ഇവിടെ ഞെക്കുമ്പോൾ ഇത് ടിക്ക് വരണം. അപ്പോൾ ഏതുമ്പോൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാലാണ് വരേണ്ടതെന്ന് വെച്ചാൽ ആ ഒരു എലമെൻറ്റ് നമ്മൾ സെലക്ട് ചെയ്യാം. സോ ഈ കേസിൽ നമുക്ക് ഈ റിമെമ്പർ മീ ഈ ബോക്സാണ് നമുക്ക് വേണ്ടത്. അതും ഇങ്ങനെ പ്രസ് ചെയ്ത് കഴിയുമ്പോൾ ഇവിടെ കണ്ട ഒരു ആരോ മാർക്ക് വന്നു. സോ ഇത് പ്രസ് ചെയ്ത് കഴിയുമ്പോൾ ഏത് പേജിലേക്കാണ് പോകേണ്ടത്. അപ്പോൾ ഇത് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഈ പേജിലേക്കാണ് പോകേണ്ടത് അല്ലേ, കാരണം നമ്മൾ ഈ പേജിലാണ് ഇങ്ങനെ ഒരു ഡിസൈൻ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. നമ്മൾ എന്ത് ചെയ്യുക, ഇത് ജസ്റ്റ് ഇതിലേക്ക് അങ്ങോട്ട് ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ചെയ്യാം. ആ ആരോ കീ ഹോൾഡ് ചെയ്തിട്ട് ഏത് പേജിലേക്കാണ് പോകേണ്ടതെന്ന് വെച്ചാൽ ആ പേജിലേക്ക് ഡ്രോപ്പ് ചെയ്യാം. അതേപോലെ തന്നെ ഇത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അൺടിക്കും ചെയ്യണം അല്ലേ. അപ്പോൾ എന്താ, ഇത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് വീണ്ടും ബാക്ക് ടു സെയിം. ഓക്കെ, അപ്പോൾ അതിന് മുന്നേ നമ്മൾ എന്ത് ചെയ്യണം, ഇവിടെ കുറച്ച് ആട്രിബ്യൂട്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. സോ നമുക്ക് ടാപ്പ് മതി, ടാപ്പ് ചെയ്യുമ്പോഴാണ് ചേഞ്ച് ചെയ്യേണ്ടത്. ഓട്ടോ അനിമേറ്റ് ഇതൊക്കെ ഈസ് ഔട്ട് ഇങ്ങനെ മതി. ഓക്കെ, സെയിം ഓട്ടോ അനിമേറ്റ് ടാപ്പ്. ഇനി നമുക്കിത് വർക്ക് ആവുണ്ടോ നോക്കാം അല്ലേ, പ്ലേ ചെയ്യാം. സി വർക്ക് ആവുണ്ട്, പെർഫെക്റ്റ്. ഇനി നമുക്ക് എന്താണ് നമ്മുടെ അടുത്ത അനിമേഷൻ വേണ്ടത്, ലോഗിൻ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു പേജിലേക്ക് പോകണം. അപ്പോൾ അതിനായിട്ട് നമ്മൾ ഏതുമയാണോ പ്രസ് ചെയ്യുന്നത്, ഏത് എലിമെൻറ്റ് പ്രസ് ചെയ്താലാണ് ഈ പേജിലേക്ക് പോകേണ്ടതെന്ന് വെച്ചാൽ ആ എലിമെൻറ്റ് ഫസ്റ്റ് സെലക്ട് ചെയ്യാം. അപ്പോൾ നമുക്കിവിടെ ഒരു നീല ആരോ മാർക്ക് കണ്ടു അല്ലേ, ആ ആരോ മാർക്ക് നേരെ കൊണ്ടുപോയിട്ട് ഇതിലേക്ക് ഇടാം. അതുപോലെ തന്നെ ഇവിടെയും ലോഗിൻ പേജ് ഉണ്ട്. സപ്പോസ് നിങ്ങൾ കൊടുക്കുന്ന ക്ലയൻറ്റ് സെക്കൻഡ് പേജിൽ നിന്ന് ലോഗിൻ ചെയ്താലും ആ ക്ലയൻറ്റിന് സെക്കൻഡ് പേജിൽ നിന്ന് ഈ പേജിലേക്ക് പോകാൻ പറ്റണം. സോ ഇപ്പോൾ നിങ്ങൾ ഈ പേജിൽ മാത്രമാണ് കൊടുത്തത്. ഇപ്പോൾ നമ്മൾ ഈ കാണിച്ചു തരാം, ഈ ക്യാൻവസ് കൊടുത്ത് പ്രിവ്യൂ ചെയ്തു. നമ്മൾ അറിയാണ്ട് നിങ്ങളുടെ ക്ലയൻറ്റ് റിമെമ്പർ മീ കൊടുത്തു, എന്നിട്ട് ലോഗിൻ ചെയ്യാൻ നോക്കിയാൽ പറ്റില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇവിടുത്തെ ലോഗിൻ അസൈൻ ചെയ്തിട്ടില്ല ഇതിലേക്ക്. പക്ഷേ നിങ്ങൾ ഫസ്റ്റ് പേജിൽ പോയിട്ട് ലോഗിൻ കൊടുത്തു കഴിഞ്ഞാൽ സൈൻ ഔട്ടിലേക്ക് പോകും, കാരണം നമ്മൾ ഇതിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. സോ നമ്മൾ 2 പേജിലും കൊടുക്കണം, മറക്കരുത് ഇതിലേക്ക് പോവുക. അതുപോലെ തന്നെ സൈൻ ഔട്ട് കൊടുക്കുമ്പോൾ ഇതിൽ കൊടുക്കണം എന്നില്ല, കാരണം സൈൻ ഔട്ട് കൊടുക്കുമ്പോൾ ഒരിക്കലും ഒരു പേജിൽ ഓൾറെഡി റിമെമ്പർ മീ ടിക്ക് ചെയ്തിട്ട് വരില്ല. സോ അതുകൊണ്ട് തന്നെ നമ്മൾ ഫസ്റ്റ് പേജിലേക്ക് തന്നെ കൊടുക്കുക. അപ്പോൾ നമ്മുടെ അനിമേഷൻ കഴിഞ്ഞു. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഫുൾ ഡ്രാഗ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ അനിമേഷൻ്റെ വയേഴ്സ് പോകുന്നത് കാണാം. അപ്പോൾ നമ്മളിത് ഫുള്ളി വർക്ക് ആവുമെന്ന് അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ ഫസ്റ്റ് പേജ് എടുക്കുക, പ്ലേ ചെയ്യുക. ഫസ്റ്റ് പേജ് എടുത്ത് പ്ലേ ചെയ്ത് കഴിഞ്ഞാൽ റിമെമ്പർ മീ നൈസായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. ലോഗിൻ, സൈൻ ഔട്ട് കഴിഞ്ഞാൽ ബാക്കിലേക്ക് പോകുന്നുണ്ട്. റിമെമ്പർ മീ പേജിൽ പോയിട്ട് ലോഗിൻ ചെയ്താൽ വരുന്നുണ്ട്. അതുപോലെ തന്നെ സൈൻ ഔട്ടും വർക്ക് ചെയ്യുന്നുണ്ട്.
അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം, നമ്മൾ പരമാവധി അത് ക്ലിയർ ചെയ്യും. അതുപോലെ തന്നെ നമുക്ക് ഫേസ്ബുക്കിലൊരു ഗ്രൂപ്പ് ഉണ്ട്, നിങ്ങളതിൽ ജോയിൻ ചെയ്യുക. നിങ്ങളുടെ വർക്കുകൾ അതിൽ അപ്ലോഡ് ചെയ്യുക. പല എഡിറ്റേഴ്സ് അതേപോലെ തന്നെ പേഴ്സണലി ഞാനായിട്ട് റിവ്യൂ ചെയ്യും. ഡൗട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. അതുപോലെ തന്നെ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ ടിപ്സ് ആൻഡ് ട്രിക്സ് വീഡിയോ എഡിറ്റിങ്ങിനെ പറ്റി, അതുപോലെ തന്നെ ഫോട്ടോ എഡിറ്റിംഗ്, കളർ ഗ്രേഡിങ്, UIUX ഡിസൈനിങ്ങിനെ പറ്റിയൊക്കെ നല്ല നല്ല വീഡിയോസ് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ നമുക്ക് ഇതാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്, പ്രോട്ടോടൈപ്പിംഗ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, പിന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്. സീ ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. ബൈ.